10-ാം തീയതി എന്ത് സംഭവിച്ചു? ഡൽഹിയിൽ എന്താ സംഭവിച്ചത്? അമിത്ഷായുടെ വസതിയിൽ വെച്ചാണെന്ന് തോന്നുന്നു കണ്ടത്, എനിക്ക് തോന്നുന്നു, ഞാനത് പരിശോധിച്ചിട്ടില്ല. എന്താ അവിടെ വെച്ച് നടന്നത്? എന്ത് ഡീലാണ് അവിടെ വെച്ച് നടന്നത്? 16-ാം തീയതി ഒപ്പുവയ്ക്കുന്നു, 22-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ CPI വാശിയോടുകൂടി എതിർക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുന്നു, ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുക. കൂടെയുള്ള മന്ത്രിമാരോട് വരെ കള്ളത്തരം കാണിക്കുകയാണ്. ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുമ്പോൾ ആ CPI മന്ത്രി എല്ലാ മന്ത്രിമാർക്കും കൂടി വേണ്ടിയിട്ട് ഇതൊരിക്കലും ഒപ്പുവെക്കരുതെന്ന് പറയുമ്പോൾ രണ്ടുപേരും മൗനം അവലംബിക്കുന്നു. എന്ത് കള്ളത്തരമാണ് കൂടെയുള്ള മന്ത്രിമാരോട്, മന്ത്രിസഭയിലെ മന്ത്രിമാരോട് കാണിക്കുന്നത്. 16-ാം തീയതി ഒപ്പുവെച്ചെന്ന് പറഞ്ഞാൽ പോരെ, ഇത് പുറത്തു വരില്ലേ? 16-ാം തീയതി ഒപ്പുവെച്ചത് 22-ാം തീയതിയിലത്തെ മന്ത്രിസഭയിലും പറയുന്നില്ല. പിന്നെ MA ബേബി അറിഞ്ഞിട്ടില്ലല്ലോ ഈ സംഭവം, ഒപ്പുവെച്ചത് സംഭവം. CPM-ൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി അറിഞ്ഞിട്ടില്ല. സീതാറാം യെച്ചൂരിയാണ് ആ പൊസിഷനിലുണ്ടായിരുന്നെങ്കിൽ ഇത് ഒപ്പുവയ്ക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം സമ്മതിക്കില്ല. MA ബേബിയൊക്കെ വിധേയനെ പോലെ നിൽക്കുകയാണ്. അതുപോലെ സംസ്ഥാന ഘടകം തീരുമാനിക്കട്ടെ. സംസ്ഥാന ഘടകം തീരുമാനിക്കാൻ CPM അഖിലേന്ത്യാ കമ്മിറ്റിക്ക് ഒരു നയമില്ലേ ഇക്കാര്യത്തിൽ? നയമില്ലേ? സീതാറാം യെച്ചൂരിയാണെങ്കിൽ നടക്കില്ലായിരുന്നു, ഒപ്പുവെക്കില്ലായിരുന്നു, അദ്ദേഹം ചോദ്യം ചെയ്തേനെ. അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇത് മാറ്റി മാറ്റി പറഞ്ഞത്. ഇത്രയും ദിവസം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് അതല്ലല്ലോ. 10-ാം തീയതി ഡൽഹി ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം എന്താണെന്നാണ് ഞങ്ങൾ അറിയേണ്ടത്. അത് പറഞ്ഞേ മതിയാവും. അത് മുഖ്യമന്ത്രി വിശദീകരിക്കണം. 10-ാം തീയതി കഴിഞ്ഞ ശേഷം നയം കീഴ്മേൽ മറിയുകയാണ്, മലക്കം മറിയുകയാണ്, ശിവൻകുട്ടിയും മറിയുകയാണ്, മുഖ്യമന്ത്രിയും മറിയുകയാണ്, എല്ലാവരും മറിയാണ്. ബാക്കിയുള്ളവർക്ക് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ ബഹളം ഉണ്ടാക്കല്ലേ ഇടയ്ക്ക്. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കും. എടാ, നിങ്ങൾ വെള്ളത്തിലാണ്. കേരളയ്ക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ ചോദിക്കണമെന്നറിയാം. താങ്കളുടെ ഇത് കാണാൻ നിങ്ങൾ വെള്ളത്തിലാണ്. നിങ്ങൾ കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കി, കേരളത്തെ മുഴുവൻ വെള്ളത്തിലാക്കി ആളുകളെ കബളിപ്പിക്കുക. നമ്മളെ കബളിപ്പിച്ചാൽ മനസ്സിലാക്കുക നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്നവരെ. കൂടെയുള്ള മന്ത്രിമാരെയും കൂടെയുള്ള പ്രധാനപ്പെട്ട കക്ഷിയും അല്ലെ ഏത് CPI എന്ന് ചോദിക്കുക, ഏത് CPI എന്ന്. അതൊന്നും കാര്യമില്ലെന്ന്. എല്ലാം പാർട്ടി അറിഞ്ഞിട്ടില്ലല്ലോ. കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ അറിഞ്ഞിട്ടുണ്ടോ? പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? LDF-ലെ അംഗങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഘടകകക്ഷികളെ അറിഞ്ഞിട്ടില്ല. എന്നിട്ടൊരു തീരുമാനം എടുത്ത് അടിച്ചേൽപ്പിച്ചിട്ട് എന്താ കാര്യം? ആരാ ബ്ലാക്ക് മെയിൽ ചെയ്തത്? മുഖ്യമന്ത്രി പിണറായി വിജയനെ ആര് ബ്ലാക്ക് മെയിൽ ചെയ്തു? അതാണ് ഞങ്ങൾക്ക് അറിയാം.